ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഇന്ന് റിലീസ് ചെയ്തതും ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകളുമാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഏതൊക്കെ സിനിമകളും സീരീസുകളാണെന്ന് നോക്കാം നമുക്ക്. അതിലൊന്നാമത്തെ സിനിമ എന്നുള്ളത് മാർവലിൻ്റെ തണ്ടർ ബോൾസ് എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ഈ സിനിമ ജൂലൈ മാസം 1-ാം തീയതി ഡിജിറ്റൽ റിലീസിന് തയ്യാറെടുക്കുകയാണ്. ജൂലൈ മാസം 29-ാം തീയതി സിനിമയുടെ ബ്ലൂറേ പ്രിന്റ് റിലീസ് ചെയ്യുന്നതായിരിക്കും. അടുത്തൊരു സീരീസാണ്, മലയാള സീരീസാണ്. കഴിഞ്ഞ ദിവസം ജിയോ ഹോട്ട്സ്റ്റാർ റിലീസ് ചെയ്തു. കേരള ക്രൈം ഫയൽസ് എന്ന സീരീസ് റിലീസ് ചെയ്തിരുന്നു. അതിനുശേഷം പിന്നെ ജിയോ ഹോട്ട്സ്റ്റാറിൽ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന ഒരു സീരീസാണ് ഫാർമ എന്ന് പറഞ്ഞ സീരീസ്. നിവിൻ പോളി പ്രധാന വേഷം കൈകാര്യം ചെയ്ത സീരീസാണ്. ഈ ഒരു സീരീസ് കുറേ ആയി, ഇതിൻ്റെ ഷൂട്ടിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കുറേ ആയി. എന്തായാലും 2-3 മാസങ്ങൾക്കുള്ളിൽ തന്നെ ഈ ഒരു സീരീസിൻ്റെ റിലീസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. കേരള ക്രൈം ഫയൽസ് എന്ന 2ാമത്തെ സീസണിൻ്റെ റിലീസിന് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന മലയാളം സീരീസാണ് ഫാർമ എന്ന് പറഞ്ഞ സീരീസ് ജിയോ ഹോട്ട്സ്റ്റാറിൽ. അടുത്തത് ഒരു ഹിന്ദി ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് റെയ്ഡ് 2 എന്ന് പറയുന്ന സിനിമ. അജയ് ദേവ്ഗൺ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. നെറ്റ്ഫ്ലിക്സിൽ ഈ ഒരു സിനിമ ജൂൺ മാസം 27-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അടുത്ത നമ്മുടെ ശ്രീനാഥ് ബാസി പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയായിരുന്നു ആസാദി എന്ന് പറഞ്ഞ സിനിമ. നല്ല പ്രേക്ഷക പ്രതികരണം നേടിയിരുന്നെങ്കിലും തിയേറ്ററിൽ പരാജയപ്പെട്ട ഒരു സിനിമ കൂടിയാണ് ആസാദി എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ മലയാളം ഭാഷയിലും മനോരമ മാക്സിലും തമിഴ് ഭാഷയിൽ സൺ നെക്സ്റ്റിലും ആയിട്ടാണ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. ജൂൺ മാസം 27-ാം തീയതിയാണ്. അടുത്ത ഒരു ഹൊറർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ് ദ മങ്കി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷയിൽ ഇതിന് മുമ്പ് ഈ സിനിമ റിലീസ് ചെയ്തിരുന്നെങ്കിലും ഇപ്പോൾ ഇംഗ്ലീഷ് ഭാഷ കൂടാതെ ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷയിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ആമസോൺ പ്രൈമിലും ബുക്ക് മൈ ഷോസിലുമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത ഒരു ഫാൻറ്റസി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്നൊരു ഇംഗ്ലീഷ് മൂവിയാണ് സ്നോ വൈറ്റ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഡിസ്നിയുടെ സിനിമയാണ്, ഒരു ഫാൻറ്റസി മൂവിയാണ്. ജിയോ ഹോട്ട്സ്റ്റാറിൽ ഈ ഒരു സിനിമ ഇംഗ്ലീഷ് ഭാഷയിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അടുത്തൊരു ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന തെലുങ്ക് മൂവിയാണ് ഒക്ക പതക്കം പ്രകാരം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഒക്ക പതക്കം പ്രകാരം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സൺനെക്സ്റ്റ് OTT പ്ലാറ്റ്ഫോം വഴി ഈ ഒരു സിനിമ ജൂൺ മാസം 27-ാം തീയതി റിലീസ് ചെയ്ത് തയ്യാറെടുക്കുകയാണ്. അടുത്തത് ഇന്ന് റിലീസ് ചെയ്ത ഒരു മലയാള സിനിമയാണ് മഹാറാണി എന്ന് പറഞ്ഞ സിനിമ. ഷൈൻ ടോം ചാക്കോ, റോഷൻ മാത്യു എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. ഇത് ഈ സിനിമ മനോരമ മാക്സ് വഴി റിലീസ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും സിനിമകളുടെയും സീരീസുകളുടെ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിച്ചിട്ടുള്ളത്. ഈ ലിസ്റ്റൊക്കെ സിനിമകളാണ് നിങ്ങൾ കണ്ടത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കാം. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.